അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ പഴയ ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ക്രിസ്മസിനൊരു സ്റ്റാർ ഉണ്ടാക്കാം നമുക്ക് ഈ വീഡിയോയിലൂടെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ട്യൂബിൻ്റെ രണ്ട് എൻഡും ഓപ്പൺ ആക്കുകയാണ്. ആ സ്റ്റീലിന് അത് മാറ്റിയതിന് ശേഷം നമുക്ക് അതിനുള്ള ഗ്യാസ് പുറത്തു അതിനായിട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ ഭാഗം നമ്മളൊന്ന് തുറന്നു വിടുകയാണ്. അതായത് ചില്ല് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഭാഗത്ത് കുറച്ചധികം ഗ്ലാസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. എന്നാലും നമുക്ക് LED അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിടാനായിട്ട് പറ്റുള്ളൂ. ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അതിൽ ഗ്ലാസ് ഒക്കെ വളരെ തിന്നായതുകൊണ്ട് കയ്യുമ്മ പെട്ടെന്ന് കയറാൻ സാധ്യതയുണ്ട്. വളരെയധികം ഡേഞ്ചർ പിടിച്ച പണിയാണ്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ ചെയ്യാം. ആ ട്യൂബിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ആ പൊട്ടിച്ച കോയിൽ നമ്മൾ പുറത്തെടുത്ത് മാറ്റണം. അതായത് തടസ്സമായിട്ട് നമുക്ക് LED ഉള്ളിൽ കയറ്റാൻ പറ്റില്ല. രണ്ട് ഭാഗത്ത് ഇതുപോലെ കോയിലുണ്ടാകുന്ന സാധ്യതയുണ്ട്. അപ്പുറത്തെ ഭാഗത്തെ കോയിൽ നമ്മൾ അതുപോലെ ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് കളയാണ്. സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. കൈ കൊണ്ട് അധികം തൊടാണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്ലാസ് കയ്യിൽ കയറാൻ സാധ്യതയുണ്ട്. എല്ലാ ട്യൂബിൻ്റെയും രണ്ട് ഭാഗത്ത് നമ്മൾ ഇതേപോലെ തന്നെ ഗ്യാസ് പുറത്ത് വിട്ട് അവിടെ ഒരു ഹോള് ഉണ്ടാക്കി കൊടുക്കണം. ഗ്ലാസ് പൊട്ടിച്ച് മാറ്റിയിട്ട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്ത് അതിൻ്റെ ബാക്കിൽ അടിച്ചു കൊടുക്കുക. ആ ഭാഗങ്ങൾ പൊട്ടി പോകുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ആ പൊട്ടി കിടക്കുന്ന ഭാഗം നമ്മൾ അപ്പുറത്തെ സൈഡിൽ കിട്ടില്ല ഈ സൈഡിൽ കൂടെ മാറ്റേണ്ടതാണ്. അതിനുള്ള എളുപ്പം വേണം. ആ കാണുന്ന ഹോളിൽ കൂടെയാണ് നമ്മൾ LED സ്ട്രിപ്പ് ഉണ്ടാക്കി കയറ്റുന്നത്. അപ്പോൾ നമ്മുടെ 6 ട്യൂബ് ലൈറ്റ് നമ്മൾ സ്റ്റാറിൻ്റെ ഷേപ്പിൽ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കണം. അപ്പോൾ മുകളിൽ കാണുന്ന ട്യൂബ് ലൈറ്റിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയാണ് നമുക്ക് ആ സ്റ്റാറിൻ്റെ കൃത്യമായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ട്യൂബ് ലൈറ്റിൻ്റെ രണ്ട് എൻഡും നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ട് നമുക്ക് ആ ഹോളിൽ കൂടെ LED ഫിക്സ് ചെയ്യാവുന്നതാണ്. ഒരു 130 LED ആണ് നമ്മൾ ഈ സ്റ്റാറിൽ ഉദ്ദേശിക്കുന്നത്. ട്യൂബ് ലൈറ്റ് എല്ലാം നമ്മൾ ഒട്ടിക്കുന്നത് സീലൻ്റ് ഉപയോഗിച്ചാണ്. അതായത് ക്ലിയർ സീലൻ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എല്ലാ കോർണറും എഡ്ജസും എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഷാർപ്പായി നിൽക്കുന്ന എല്ലാ എഡ്ജസും നമ്മൾ ഇത് വെച്ച് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും നമ്മൾ നല്ലോണം സീലൻ്റ് ഉപയോഗിച്ച് കവർ ചെയ്യണം. കാരണം ഗ്ലാസ് ആയതുകൊണ്ട് നനഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാൻ സാധ്യതയുണ്ട്. ഒട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ട്യൂബ് ലൈറ്റ് നീങ്ങി പോകാണ്ടിരിക്കും നമ്മൾ സപ്പോർട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. നല്ലപോലെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അധികം നേരം ബോറടിപ്പിക്കാണ്ട്
ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. ട്യൂബ് ലൈറ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് ചെറിയ കോട്ടൻ്റെ നോട് നമ്മൾ നല്ലപോലെ ചുറ്റി കൊടുത്തേക്കാണ്. അതിലേക്ക് നമ്മൾ മണ്ണെണ്ണ ഒഴിച്ച് എല്ലാ ഭാഗത്തും വരുന്ന പോലെ ആക്കി കൊടുക്കണം. അപ്പോൾ സൈഡിലൊക്കെ വന്ന മണ്ണെണ്ണ നമ്മൾ തുടച്ച് നീക്കി കൊടുക്കണം. ഒരിക്കലാണ്ട് രണ്ട് ഭാഗത്തേക്കായിട്ടുള്ള മണ്ണെണ്ണ നമ്മൾ തുടച്ച് നീക്കി കൊടുക്കണം. കാരണം അത് ഹീറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും ഫ്ലെയിം വരുന്ന ബാക്കിയുള്ള ഭാഗം കൂടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് കത്തിച്ച് കൊടുക്കണം. കത്തിച്ചതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നല്ലോണം നമ്മുടെ ട്യൂബ് തിരിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ചൂടെത്താനാണ് അങ്ങനെ ചെയ്യുന്നത്. ആ തീ കിടന്നത് വരെ നമ്മളങ്ങനെ തിരിച്ചു കൊടുത്തോണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ കിട്ടാൻ ചാൻസ് ഇല്ല. തീ കെട്ടതിന് ശേഷം നമ്മൾ ആ കത്തിച്ച ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആ ഭാഗം കുറച്ച് കൂളാക്കി കൊടുക്കണം. അതിന് നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നല്ലോണം ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം പൊട്ടിപ്പോരാൻ ചാൻസ് ഉണ്ട്. അതിലെങ്കിൽ നമ്മളൊരു പ്ലയർ ഉപയോഗിച്ച് ആ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. ചെറുതായിട്ടൊന്ന് പ്ലയർ അമർത്തി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ നല്ലോണം ചൂടായതുകൊണ്ട് ആ ഭാഗം കട്ടായി പോകുന്നതായിരിക്കും. ആ പൊട്ടിയ ചില്ലൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന നല്ല ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ ആ കട്ട് ചെയ്ത ആ പീസുകൾ മുകളിലത്തെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഫുൾ ലെങ്ത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ LED നമ്മളിപ്പോൾ 4 സോൾഡ് എടുത്തിട്ടുണ്ട്. അതായത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തതാണ്. അതായത് ഏകദേശം ഒരു 20-25 LED ഒക്കെ ഒരു ട്യൂബിൽ വേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ അളവ് നോക്കി സോൾവ് ചെയ്തിരിക്കുന്നത്. ഒരറ്റം തൊട്ട് അപ്പുറത്തെ അറ്റം വരെ നമ്മൾ LED സ്ട്രിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കണം. ആ ഒരു പീസായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവസാനമായിട്ട് അത് LED കയറ്റുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ഗേറ്റ് എടുത്തിരിക്കുന്ന LEDയുടെ ഏതെങ്കിലും ഒരു അറ്റം പോസിറ്റീവ് ആണെങ്കിൽ മറ്റേ അറ്റം ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫുള്ള് കണക്ഷൻസും ചെയ്തിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ആയിരുന്നു, അടുത്തത് നെഗറ്റീവ്. അങ്ങനെ നമ്മൾ ആ ലാസ്റ്റ് വെച്ച ട്യൂബിൻ്റെ പീസൊക്കെ നല്ലോണം സിലിക്കൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം. പീസായിട്ട് വെച്ചതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് സപ്പോർട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അടുത്തതിൽ നമ്മുടെ എഡ്ജസിൽ എല്ലാ എഡ്ജസും, അതായത് 5 എഡ്ജസിലും നമ്മൾ ഇതേപോലെ തെർമോക്കോളിൻ്റെ ട്രയാങ്കിൾ സെറ്റ് ചെയ്ത് അതിൽ നമ്മൾ റെഡ് കളർ LED ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ സീരീസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ആ ഒരു ട്രയാങ്കിളിൻ്റെ പീസിൽ 2 LED വെച്ച് അങ്ങനെ മൊത്തം 10 LED 5 എഡ്ജസിൽ നമ്മൾ കൊടുക്കണം. അതിനുശേഷം നമ്മുടെ സർക്യൂട്ട് നമ്മുടെ സ്റ്റാറിലൊക്കെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ട് ഓരോ ട്യൂബ് ലൈറ്റിലത്തെയും LED വർക്കാവുന്നുണ്ടോ നോക്കുകയാണ്. ഓരോ ഭാഗമായിട്ട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുത്ത് സർക്യൂട്ട് വഴി മെയിൻ കണക്ഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുക്കിലത്തെ ഭാഗവും എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്.